നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ വാർത്തകൾ നമ്മൾ പരിശോധിക്കുകയാണ്. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന ഘട്ടം ഇത് ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. സുപ്രധാനമായ നീക്കങ്ങൾ ടീമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ താരങ്ങളെ റാഞ്ചുന്നതിന്റെ വക്കിൽ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങളാണ്. അപ്പൊ ഇന്ന് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുന്നു. ഒന്ന് തീർച്ചയായിട്ടും ഡാനി ഓൽമോയുടെ കാര്യമാണ്. ഡാനി ഓൽമോയെ ബാഴ്സലോണ സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഡാനി ഓൽമോയുമായിട്ടും RB ലീപ്സിഗുമായിട്ടും ഒക്കെ എഗ്രിമെന്റിലേക്ക് ബാഴ്സലോണ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഡെക്കോ തന്നെ ലീപ്സിഗിൽ എത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇപ്പോൾ ഓക്കെ ആക്കിയിരിക്കുന്നു. അധികം വൈകാതെ ഡാനി ഓൽമോയെ ബാഴ്സലോണയിലേക്ക് എത്തിക്കാൻ പ്രൈവറ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 55 മില്യൺ യൂറോ ഗ്യാരണ്ടീഡ് പാക്കേജാണ്, പ്ലസ് 7 മില്യൺ യൂറോയുടെ ആഡ് ഓണും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. 2030 വരെ അദ്ദേഹം ബാഴ്സലോണ താരമായിരിക്കും പുതിയ കോൺട്രാക്ട് അനുസരിച്ച് എന്നും വാർത്ത വന്നിരിക്കുന്നു. ഇനി മറ്റൊരു റിപ്പോർട്ട് ഐമറിക് ലാപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അൽ നസറിൽ നിന്ന് താരത്തിന് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ഇട്ടിരിക്കുന്നത് ഗുയർമോ റായി ആണ്. റയൽ മാഡ്രിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദി അത്ലറ്റിക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നയാളാണ് അദ്ദേഹം പറയുന്നത് കാർലോ ആഞ്ചലോട്ടിയുടെ സ്റ്റാഫിന് ഐമറിക് ലാപ്പോർട്ടിനെ എത്തിക്കുന്നതിൽ താല്പര്യമുണ്ട്. പക്ഷേ ഫൈനാൻഷ്യലി ഡീൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടിക്ക് ക്ലബിന്റെ പൊസിഷൻ വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഉള്ള സ്ക്വാഡ് വെച്ച് മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഐമറിക് ലാപ്പോർട്ട് ടു റയൽ മാഡ്രിഡ് എന്നുള്ള ഡീല് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നർത്ഥം. മറ്റൊരു ഡീൽ ഇപ്പം ഒഫീഷ്യലി കൺഫേംഡ് ആയിരിക്കുന്ന ഡീൽ ഗോയിഡോ റോഡ്രിഗസിൻ്റെതാണ്. അർജന്റൈൻ താരം ഇതാ വെസ്റ്റ് ഹാമിലേക്ക് എത്തുന്നു. അദ്ദേഹം റയൽ ബെറ്റിസിൽ നിന്ന് ഫ്രീ ട്രാൻസ്ഫറിലാണ് ഇപ്പോൾ വെസ്റ്റ് ഹാമിലേക്ക് എത്തിയിരിക്കുന്നത്. 2 വർഷത്തെ കോൺട്രാക്റ്റാണ് അർജന്റൈൻ മധ്യനിര താരത്തിന് വെസ്റ്റ് ഹാം കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, അർജന്റീന താരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അർജന്റീന താരങ്ങൾ എല്ലാവരും കൂടി ഹുലിൻ ആൽവാരസിനെ മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പോഴിതാ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തിക്കുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. പക്ഷേ ഇപ്പോഴും പേഴ്സണൽ ആയിട്ടുള്ള ടേംസിന്റെ കാര്യത്തിൽ ഹുലിൻ ആൽവാരസിന്റെ ഏജന്റും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പ്രതിനിധികളും തമ്മിൽ നെഗോസിയേഷൻ നടക്കുകയാണ്. അതിലൊരു ഫൈനൽ തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്ന് ഫബ്രിസിയോ റൊമാനയും റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് അവിടെ ഒരു ഫൈനൽ ഗ്രീൻ ലൈറ്റ് ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ക്ലബ്ബുകൾ തമ്മിൽ ഓക്കെയാണ്. ഇനി താരവുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്ടിന്റെ കാര്യം എന്താവും എന്നുള്ളത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ദെൻ ചെൽസി ഇപ്പോൾ ഈ ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വരുന്ന കാര്യമാണ്. ചെൽസി സാബു ഓമർഡിയോണിനെ സ്വന്തമാക്കുന്നതിന്റെ തൊട്ടരികിലാണ്. 7 വർഷത്തെ ഡീൽ അദ്ദേഹത്തിന് കൊടുത്തേക്കും. 2031 ജൂൺ വരെ ആയിരിക്കും അങ്ങനെയെങ്കിൽ ഡീൽ ഉണ്ടാവുക. പേഴ്സണൽ ടേംസ് ഓൾറെഡി എഗ്രീഡ് ആണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് 35 മില്യൺ സ്റ്റീർലിംഗ് ഫൗണ്ട് ട്രാൻസ്ഫർ ഫീ ആയിട്ട് ലഭിച്ചേക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഹുലിൻ ആൽവാരസിന്റെ ഡീല് നടക്കുന്നതനുസരിച്ചായിരിക്കും ഇതിലൊരു ഫൈനൽ തീരുമാനം വരിക. അതോടൊപ്പം തന്നെ കോണർ ഗായകരുടെ കാര്യം, അദ്ദേഹത്തിന് മാഡ്രിഡിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യമാണെന്നും അത്ലറ്റിക്കോ മാഡ്രിഡ് 40 മില്യൺ ഫിക്സഡ് ഫീ കൊടുത്തുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും കോണോർ ഗായകറിനെ എത്തിക്കുക എന്നുമൊക്കെ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ഈ ഡീൽ കംപ്ലീറ്റ് ആവണമെങ്കിലും മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ മറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദി അത്ലറ്റിക്കിന്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാരിയോ കോർട്ടഗാന പറയുന്ന കാര്യം നമ്മളൊന്ന് പരിശോധിക്കണം. അതിൽ അദ്ദേഹം പറയുന്നത് അത്ലറ്റിക്കോ ഇപ്പോൾ ഹാവി ഗൊറേറയെ വലൻസിയയിൽ നിന്ന് സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് അഡ്വാൻസിന്റെ ടോക്കിലാണ്. അപ്പോൾ ഗായകരുടെ ചെൽസിയിൽ നിന്നുള്ള വരവിനെ കുറിച്ച് പറയുന്നത് അത്ലറ്റിക് ഹാവ് നോട്ട് ഗ്യാരണ്ടീഡ് ദാറ്റ് ബോത്ത് സൈനിങ്സ് വിൽ ബി മെയ്ഡ്, ലിവിങ് ഓപ്പൺ ദി പോസിബിലിറ്റി ദാറ്റ് ഈദർ കുഡ് ഫോൾ ത്രൂ എന്നാണ്. അപ്പം ഇതിൽ രണ്ടിലൊരു ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുള്ളൂ എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി മറ്റ് ഇടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതിലിനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ചുരുക്കത്തില് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അതിദ്രുതം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒഫീഷ്യലായിട്ട് വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വക്കിൽ നമുക്ക് ഷുവർ ഫയർ എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്കുള്ള ഡീലുകളും എത്തിയിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ വരുന്ന മുറക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.